നമസ്കാരം. ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ കേരളത്തിലെത്തി. ബി.ജെ.പി. ദേശീയ അധ്യക്ഷനായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യ കേരള സന്ദർശനമാണ്. അദ്ദേഹം ഇന്ന് ഏതാണ്ട് 1:45 ഉച്ചയ്ക്ക് 1:45 കൊച്ചി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയത്. വലിയ സ്വീകരണമാണ് പാർട്ടി പ്രവർത്തകർ കൊച്ചി വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് നൽകിയത്. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും ഇന്ന് അദ്ദേഹത്തെ കേരളത്തിലേക്ക് സ്വീകരിക്കാൻ എത്തിയിരുന്നു. തുടർന്ന് കുറച്ച് സമയം വിമാനത്താവളത്തിന് പുറത്തേക്ക് അദ്ദേഹം തുറന്ന വാഹനത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. അതിനുശേഷം അദ്ദേഹം നേരെ ബി.ജെ.പിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം നടക്കുന്ന ഹോട്ടലിലേക്കാണ് പോയത്. കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം അദ്ദേഹം ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ ബൂത്ത് പ്രസിഡന്റുമാരടങ്ങുന്ന പ്രവർത്തക സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. അതിനുശേഷം സംസ്ഥാന ഭാരവാഹി യോഗം നടക്കും. അതായത് അദ്ദേഹത്തിൻ്റെ പരിപാടികൾ 2 ദിവസമായിട്ടാണ്. അതായത് ഇന്ന് കൊച്ചിയിലും നാളെ തൃശ്ശൂരിലുമായിട്ടാണ് പരിപാടികൾ നടക്കുക. ഇന്ന് രാത്രിയോടുകൂടി അദ്ദേഹം RSSൻ്റെ പ്രാന്ത കാര്യാലയം, സംസ്ഥാന കാര്യാലയം സന്ദർശിക്കും. നാളെ കാലടി ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയതിന് ശേഷമായിരിക്കും അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ പരിപാടികൾക്ക് നേതൃത്വം നടത്തുക. സത്യത്തിൽ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ്റെ ഈ സന്ദർശനം അത് കേരളത്തിൽ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. ഇതുവരെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബി.ജെ.പി. നടത്തിയ ഒരുക്കങ്ങൾ അദ്ദേഹം വിലയിരുത്തും. കോർ കമ്മിറ്റി യോഗത്തിലും അതുപോലെ തന്നെ NDA യോഗത്തിലും പ്രവർത്തക സമ്മേളനത്തിലുമെല്ലാം അദ്ദേഹം പരിശോധിക്കുക. അതായിരിക്കും ഇതുവരെയുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ്, ഇനി അങ്ങോട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും പാർട്ടിയുടെ ഒരുക്കങ്ങൾ, ഇതൊക്കെയാണ് നിതിൻ നബീൻ കേരളത്തിൽ പരിശോധിക്കുക. തുടർന്ന് അദ്ദേഹം നേതാക്കന്മാരുമായിട്ടും പ്രവർത്തകന്മാരുമായിട്ടും ആശയവിനിമയം നടത്തും. നിതിൻ നബീൻ താഴെത്തട്ടിലെ പ്രവർത്തകർക്ക് വരെ പ്രചോദനം നൽകുന്ന രീതിയിൽ പ്രവർത്തിച്ചു പരിചയമുള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലും അത് ആവർത്തിക്കുന്നുണ്ട്. നാളെ തൃശ്ശൂരിൽ ചുവരെഴുത്തിന് നേതൃത്വം നൽകിക്കൊണ്ടാകും അദ്ദേഹം സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. മാത്രമല്ല ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ 20 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെയും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ 4 ദേശീയ നേതാക്കൾ, കേരളത്തിൻ്റെ നിരീക്ഷകരായ വിനോദ് താവഡെ, അതോടൊപ്പം തന്നെ ശോഭ കലന്തർജെ, പ്രകാശ് ജാവദേക്കർ, അപരാജിത സാരംഗി എന്നീ 4 കേന്ദ്ര നേതാക്കൾ ഈ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതിയിൽ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാക്കളാകും. അതോടൊപ്പം തന്നെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള മുതിർന്ന സംസ്ഥാന നേതാക്കളും ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ഉണ്ടാകും. ഇതോടുകൂടി സംസ്ഥാനത്ത് ബി.ജെ.പി. പ്രചരണത്തിന്റെ, നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണത്തിന്റെ ഗിയർ മാറ്റുകയാണ്. ദേശീയ അധ്യക്ഷന്റെ വരവോടുകൂടി വലിയ ആവേശമാണ് പ്രവർത്തകരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെ പരിപാടിയിൽ പങ്കെടുത്തത്. തെക്കൻ കേരളവുമായി ബന്ധപ്പെട്ട് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് വലിയ ആവേശം നൽകിയിരുന്നു. ഇപ്പോൾ വടക്കൻ കേരളത്തിൽ കൊച്ചി മുതൽ അങ്ങോട്ടുള്ള ജില്ലകളിലേക്ക് ആ പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ ഇന്ധനം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.